മാസപ്പടി കേസിൽ സിഎംആറിൽ ഹർജിക്കെതിരെ ഇഡി സിഎംആറിന്റെ ഹർജിക്ക് അടിയന്തര പ്രാധാന്യമില്ലെന്ന് ഇഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. സിഎംആറിലെ വനിതാ ഉദ്യോഗസ്ഥരെ ഇഡിയുടെ വനിതാ ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്തതെന്നും സിഎംആറിൽ ജീവനക്കാരെ തടങ്കലിൽ വച്ചതല്ലെന്നും ചോദ്യം ചെയ്തതാണെന്നും ഇഡി കോടതി അറിയിച്ചു. ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. അതേസമയം സിഎംആറിന്റെ കൂടുതൽ ജീവനക്കാർക്ക് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇഡി കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് വ്യക്തമാക്കിയത്? സുരേഷ്, സിഎംആറിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്തയുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നലെ സിഎംആറിന്റെ 3 ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. ഇന്ന് രാവിലെയും അവരെ വിട്ടയക്കാത്തൊരു സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള നിർണായക നീക്കം നടത്തിയത്. അതിനിടെ തന്നെ രാവിലെ 11 മണിയോടുകൂടി ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് ഇഡി വിട്ടയച്ചിരുന്നു. ഇക്കാര്യം ഇന്ന് ഹർജി പരിഗണിച്ച വേളയിലും സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഇഡി വ്യക്തമാക്കുകയും ചെയ്തു. തടങ്കലിൽ വെച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥരും ശശിധരൻ കർത്തയും ഹൈക്കോടതിയെ സമീപിച്ചത്. ശശിധരൻ കർത്ത പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ട്, ഇത് സംബന്ധിച്ചുള്ള രേഖകളും കർത്ത ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആവശ്യമാണ് കർത്തയുടെ ഉപഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ഉദ്യോഗസ്ഥർ പറഞ്ഞത് 24 മണിക്കൂർ തങ്ങളെ കസ്റ്റഡിയിൽ വെച്ചു. മാത്രവുമല്ല, ഒരു വനിതാ ജീവനക്കാരി ഉണ്ടായിരുന്നു, ഇവരെയും അനധികൃതമായിട്ട് 24 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചു. കൂടാതെ ചില രഹസ്യ സ്വഭാവമുള്ള രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു, ഇമെയിൽ പാസ്വേഡ് തുടങ്ങിയവ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. മാത്രവുമല്ല, ഈ CCTV ഫുട്ടേജ്, അതായത് ചോദ്യം ചെയ്യുന്ന വേളയിൽ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ അത് കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് നിർദ്ദേശം ഇഡിക്ക് നൽകണമെന്നുള്ള ആവശ്യവും ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ കോൾ റെക്കോർഡുകൾ, അതായത് ഈ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇഡി ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയിട്ടുള്ള കോൾ റെക്കോർഡിംഗ് വിവരങ്ങൾ ഇതും സൂക്ഷിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. രേഷ്മ ബാബു ആണ് കൊച്ചിൻ വിശദാംശങ്ങൾ നൽകിയത്.